വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LDC മെയിൻ എക്സാമിൻ്റെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിലൊന്നാമത്തെ ടോപ്പിക്കായ ഇന്ത്യൻ നദികളെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത്? സിന്ധു നദിയെക്കുറിച്ചും സിന്ധു നദിയുടെ പോഷക നദികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ പറഞ്ഞു ഹിമാലയൻ നദികളെ സിന്ധു നദി, ഗംഗാ നദി, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സിന്ധു നദിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗംഗാ നദിയെക്കുറിച്ച് ആണ്. അപ്പോൾ എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനു മുൻപൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗംഗാ നദിയെക്കുറിച്ച്. പക്ഷേ നിങ്ങൾ അതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനു മുൻപ് ആവർത്തിച്ചിട്ടുള്ളത്, ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗംഗാ നദിയെക്കുറിച്ച് പഠിക്കാനുള്ളതെന്ന്. ഗംഗാ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. പിന്നെ അതുപോലെ ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്നാണ് ഗംഗാ നദിയെ വിളിക്കുന്നത്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദിയും ഏത് നദി തന്നെയാണ്? ഗംഗാ നദി തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. അപ്പോൾ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെക്കണം. 2008 നവംബർ 4 ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് കണക്കാക്കിയത്. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലുള്ള ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവം. അപ്പോൾ ഗംഗാ നദിയുടെ ഉത്ഭവം ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. അതെവിടെയുള്ളതാണ്? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലുള്ള ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏത് നദി? ഗംഗാ നദി. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗാ നദി. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയും ഗംഗാ നദിയാണ്. ഗംഗാ നദി പ്രധാന പോഷക നദികൾ, ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗണ്ഡകി, മഹാനന്ദ. ഇവയാണ് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. ഈ യമുന നദി പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ്? യമുന നദിയാണ്. പിന്നെ ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ ഈ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്ന ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഗാഗ്ര. എന്താണ്? പുരാണത്തിൽ, അതായത് രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്ന ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഏത്? ഗാഗ്ര എന്ന നദി. പിന്നെ അതുപോലെ ഇന്ത്യയുടെ ദുഃഖം അല്ലെങ്കിൽ ബീഹാറിൻ്റെ ദുഃഖം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോസി നദിയാണ്. ഗംഗാ നദിയുടെ മറ്റൊരു പോഷക നദിയാണ് കോസി നദി. ബംഗാളിൻ്റെ ദുഃഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം എന്ന പേരിലാണ് കോസി നദി അറിയപ്പെടുന്നത്. അത് എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി
ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. പിന്നെ അതുപോലെ നമാമി ഗംഗ. നമാമി ഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് നമാമി ഗംഗ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് നമാമി ഗംഗ. അപ്പോൾ ഗംഗാ നദിയെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നമാമി ഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ പദ്ധതിയാണ് നമാമി ഗംഗ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഗംഗാ നദിയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് PSC എക്സാമിന് ഈ ബ്രഹ്മപുത്ര നദിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. അതുപോലെ ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര നദി. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ചുവന്ന നദി എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. ടിബറ്റിൽ സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ഹിമാലയൻ നദികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയൻ നദികളിൽ ഏത് നദിയെക്കുറിച്ചാണ് പഠിച്ചത്? സിന്ധു നദിയെക്കുറിച്ചും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചത് ഗംഗാ നദിയെക്കുറിച്ചും അതിൻ്റെ പോഷക നദികൾ, അതുപോലെ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമ്മുടെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ടോപ്പിക്സിൽ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാംസും അതുപോലെ തന്നെ LDC മെയിൻ എക്സാമും ഒക്കെ ഇനി വരികയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ക്ലാസ്സും അതുപോലെ LDC മെയിൻ എക്സാമിൻ്റെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ക്ലാസ്സുമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ PSCയുടെ ഇതിനു മുൻപുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ മിറാക്കിൾ എന്ന പുസ്തകത്തിൽ നിന്നും PSC ആവർത്തിച്ചിട്ടുള്ള സ്കൂൾ പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഡ്രീം ഷോർ PSCയുടെ ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, മഴയുടെ ശബ്ദം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് കഴിഞ്ഞു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.